വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് സർക്കാർ അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം. മാനന്തവാടിയിലെ ആദിവാസി ഊരുകളിലാണ് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാൻ നീക്കം നടന്നത്. അമേരിക്ക ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് പരീക്ഷണം നടത്തുന്നത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം തുടങ്ങി. 24 ബിഗ് ബ്രേക്ക്. സുർജിത്ത് അയ്യപ്പത്ത വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ നേരത്തെ ചോലനായ്ക്കരുടെ ബ്ലഡ് സാമ്പിൾ കടത്തി വിറ്റ കാശുണ്ടാക്കിയ ഡോക്ടർമാരുടെ വിവരമൊക്കെ പുറത്തേക്ക് വന്നതാണ് സുർജിത്ത്. അപ്പോൾ ഇതെന്താണ്, ഇതിലെ ദുരൂഹത എന്താണ് ഈ സംഭവം സുർജിത്ത്? ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ആദ്യഘട്ടത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ. വയനാട് തലപ്പുഴയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ 20, 21, 22 തീയതികളിലായാണ് ഉദ്യമ 1.0 എന്ന പേരിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. ഈ സെമിനാറിൽ പങ്കെടുത്തത് ഒരു പ്രധാനപ്പെട്ട ബയോ മെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറും അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവർ അമേരിക്കയിലെ ബദ്ലേഹം ആസ്ഥാനമായ ഒരു കമ്പനിയാണ് അത് അങ്ങനെ ഒരു ലാബാണ്. ആ ലാബിൻ്റെ ഒരു ഡിവൈസ് വിതരണവുമായി ബന്ധപ്പെട്ട് അതിന് ട്രയൽ എന്നുള്ളത് കൃത്യമായി തന്നെ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്റ്റാഫിൻ്റെ അടക്കം, അതായത് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫിൻ്റെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ട്രയലാണ്, അതായത് പരീക്ഷണമാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായ കാര്യം, ഇതിൽ ഈ ആദിവാസി മേഖലയിലെ ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള, അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് എന്നുള്ള തരത്തിലാണ് ഈ പരിപാടി അവിടെ നടത്തിയത്. അതിനുശേഷം ഇവർ ഊരുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് അഗ്രഹാര ഊരടക്കം മാനന്തവാടിയിലെ വിവിധ ഊരുകളിൽ ഈ സംഘം സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനായി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു റിംഗ് ആണ്. ആ റിംഗ് എന്ന് പറയുന്നത്, ആ ഡിവൈസ് എന്ന് പറയുന്നത് റിംഗ് ആണ്. കയ്യിൽ ഡോക്ടർ റീന കെ ജെ, ഇത് എന്താണ് എന്ന ആരോഗ്യവകുപ്പിന് ഒരു ധാരണയുണ്ടോ? എങ്ങനെയാണ് അവർക്ക് അനുമതിയില്ലാതെ അതിനുള്ളിൽ കയറി ഇത്തരത്തിലൊരു കൈൻഡ് ഓഫ് മെഡിക്കൽ ട്രയൽ നടത്താൻ കഴിയുന്നത്? ഡോക്ടർ റീന, നമ്മൾ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ വിവരം ഇന്ന് അറിഞ്ഞിരിക്കുന്നത്. അത് DMOയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ലഭ്യമായ വിവരങ്ങൾ ഞാൻ DMOയായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ DMOയുടെ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, പക്ഷേ അവരവിടെ കടന്നു ചെന്നിട്ടുണ്ട്. അവിടെ കടന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യം ഇവർ അനുമതിക്കായി നീക്കങ്ങൾ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അവരത് പിന്നെ നോക്കിയില്ല. അവരവിടെ കടന്ന് ഈ റിങ് ഇട്ട് കൊടുത്ത് ഇവരുടെ ഡേറ്റ കളക്ഷൻ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. നമുക്കിനി ആ ഡേറ്റ സംരക്ഷിക്കാൻ ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഡോക്ടർ റീന? ഞാനിത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം എന്താണ്, എത്രത്തോളം ഡീപ്പായിട്ട് ഇത് പോയിട്ടുണ്ട്, എന്തെല്ലാം ഡാറ്റയാണ് അവർ കളക്ട് ചെയ്തിരിക്കുന്നത്, അതിന് അവർക്ക് ആരെങ്കിലും അനുമതി കൊടുത്തിട്ടുണ്ടോ, ഇത്രയുള്ള കാര്യങ്ങൾ ലഭ്യമായതിനു ശേഷമാണ് എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ഇത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഔട്ട്സൈഡ് ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് പുറത്തുള്ള അന്വേഷണ ഏജൻസികളുടെ അടുത്തേക്കും നമ്മൾ ഈ വിവരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ റീന. സുർജിത്ത് അയ്യപ്പ തുടരുന്നു. സുർജിത്ത്, ഇത് മരുന്നകത്തേക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു കൈൻഡ് ഓഫ് മെഡിക്കൽ ട്രയൽ തന്നെയാണ്. മെഡിക്കൽ ട്രയലിനെതിരെ ലോകം ഒന്നല്ല, ലോകം തൊട്ടാകെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ, ഇത്തരത്തിൽ അനുമതിയില്ലാതെ ദുരൂഹമായ ഇടപാടുകളെക്കുറിച്ചൊക്കെ നടക്കുന്ന കാലമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ സുർജിത്ത് ഈ മെൻസ്ട്രൽ സൈക്കിളിനെ പറ്റി പഠിക്കാനാണെങ്കിൽ ആദിവാസി സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മേഖലയിൽ മാത്രം ഈ ഒരു ട്രയലിന് ഉള്ള ഉദ്യമം? ദുരൂഹമാണ് സുർജിത്ത്. തീർച്ചയായും അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തുകൊണ്ട് ഈ മെൻസ്ട്രൽ എന്ന് പറയുന്നത്, ഈ ആർത്തവം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കുമുള്ള സംഗതിയാണ്. പക്ഷേ അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ആദിവാസി വിഭാഗത്തെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഈ ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് ആദ്യം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നത്. മാനന്തവാടിയിലെ TDO ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയത്. പക്ഷേ അദ്ദേഹം അതിനകത്ത് വെച്ച 9 ഉപാധികളിൽ ഏറ്റവും അവസാനത്തെ ഉപാധി എന്ന് പറയുന്നത് ഇതിനകത്ത് ആരോഗ്യവകുപ്പിൻ്റെ അനുമതി വേണം എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ ഇങ്ങനെ ഒരു ട്രയൽ നടത്തരുതെന്നുള്ള നിർദ്ദേശം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന് ഇവർ അപേക്ഷ വെച്ചു. DMOക്കാണ് അപേക്ഷ വെച്ചത്. DMOക്ക് അപേക്ഷ വെച്ച ഘട്ടത്തിൽ DMO അതിനൊരു സമിതിയുണ്ട്. ആ സമിതി തീരുമാനിക്കാതെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ നിലപാടെടുത്തു. സ്വാഭാവികമായും പിന്നീടാണ് ഈ സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നത്. പക്ഷേ അതിന് ഒരിക്കലും ആരോഗ്യവകുപ്പ് അനുമതി നൽകിയിട്ടില്ല. അനുമതി നൽകാത്ത പശ്ചാത്തലത്തിലാണ് ഇതിൽ സെമിനാർ നടന്നത്. അതിനുശേഷമാണ് ഈ
എഞ്ചിനീയറിംഗ് കോളേജിലെ പല കുട്ടികളും ഈ റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് അഗ്രഹാര ഊരിലടക്കം, അതായത് അവിടെ ഒരു അംഗൻവാടിക്ക് താഴെയുള്ള ഒരു കെട്ടിടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം നടന്നത്. ആ യോഗത്തിന് ശേഷം ഈ റിംഗ് പലർക്കും, അതായത് കിറ്റ് പലർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊരു മെൻസ്ട്രൽ കിറ്റ് എന്നുള്ള പേരിൽ തന്നെയാണ്, അണ്ടർ ട്രയൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് അവതരിപ്പിച്ചത്. എന്തായാലും അത് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഗ്ലോബൽ കിറ്റാണ്. ഇത് എവിടെ ഇരുന്നും ഇതിൻ്റെ നിയന്ത്രണം, ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഇതിൻ്റെ നിയന്ത്രണം നടപ്പാക്കാൻ കഴിയും. ഇതിൻ്റെ ഡാറ്റ ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഈ ഡിവൈസിനെ സംബന്ധിച്ച് അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്കതിൽ കൃത്യമായ രീതിയിലുള്ളൊരു ബോധ്യമില്ല. കാരണം അത് ചിലപ്പോൾ ഗുണപരമാകാം, ചിലപ്പോൾ ദോഷമാകാം. എന്തായാലും ഒരു ഡാറ്റ കൈമാറ്റം അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിലൊരു ജാഗ്രത വേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ജാഗ്രത ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ അനുമതിയില്ല. ആരോഗ്യവകുപ്പിൻ്റെ അനുമതി വേണമെന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടു. എന്നിട്ട് പോലും അതിനകത്തൊരു അങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും ആ സെമിനാറിനെ തുടർന്ന് ഇത് ഊരുകളിലേക്ക് പോവുകയും അത് ട്രൈബൽ മേഖലയിൽ ഇത് ഇങ്ങനെ ഒരു പരീക്ഷണം, അതായത് അണ്ടർ ട്രയലാണ്, ആ ട്രയൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഗൗരവമായ കാര്യമാണ്. അതൊരു അമേരിക്കൻ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യൻ വംശജരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇതിൻ്റെ പിന്നിൽ. അത് തമിഴ്നാട്ടിലുള്ള ആളുകളാണെന്ന് പറയുന്നു. നേരത്തെ കോയമ്പത്തൂരിലും പാലക്കാട് ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം ലഭ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇത് ആളുകളുടെ, ആദിവാസി വിഭാഗത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവരുടെ ആർത്തവ ചക്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ അത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് ഇവർ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്, അത് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ വ്യക്തതയാണ് ഉണ്ടാകേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇപ്പോൾ നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും. അത് കൃത്യമായ രീതിയിൽ തന്നെ നടന്നാൽ എന്ത് തരത്തിലുള്ള കൈമാറ്റമാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൈവരും. ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു ഡീൻ തസ്തികയിലുള്ള ഒരു അധ്യാപകനാണ് ഇതിനകത്ത് ഈ ഒരു സെമിനാർ അടക്കം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നമ്മൾ പ്രിൻസിപ്പലുമായി അടക്കം സംസാരിച്ചിരുന്നു. അത് എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് അവർ ടെക്നോ വിഭാഗത്തിലുള്ള ടെക്നിക്കൽ സാങ്കേതികമായ ഒരു പഠനം നടത്തുന്ന ക്യാമ്പസാണ്. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണവും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ, അതായത് വിവരശേഖരണം ഉൾപ്പെടെയുള്ള ഇങ്ങനെ ചിപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനമൊക്കെ നടത്തുന്ന സംവിധാനമാണ്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സെമിനാർ കിട്ടുന്നു, ഒരു പ്രൊജക്റ്റ് കിട്ടുന്നു എന്ന തരത്തിലാണ് അവർ നടത്തിയതെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും ഇത് വ്യാപിപ്പിച്ചിട്ടുള്ളത് ആദിവാസി മേഖലയിലേക്കാണ്. അനുമതി വേണമായിരുന്നു, ആ അനുമതി ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ സജീവമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. വനിതാ ശിശുക്ഷേമ വകുപ്പ് അന്വേഷിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഡയറക്ടർക്ക് മന്ത്രി വീണ ജോർജ് തന്നെ നേരിട്ടിടപെട്ട് ഈ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് അതീവ ഗുരുതരം എന്ന് പറയുന്നത് ഇതിനകത്ത് ആദിവാസി മേഖലയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള ഡാറ്റ കളക്ഷനാണ് നടത്തിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ അന്വേഷണം വഴി മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഹാഷ്മി. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. നേരത്തെ സമാനമായി നമ്മൾ കേട്ടത് ചോലനായ്ക്കരുടെ അത് അരിവാൾ രോഗവുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിളായിരുന്നു. അത് വിദേശത്തേക്ക് വിറ്റ് പൈസ ഉണ്ടാക്കി എന്നൊക്കെയായിരുന്നു അതിൻ്റെ അന്വേഷണം വഴി. എന്താ നമുക്കിപ്പോൾ നോക്കിയിട്ട് അത് കാണാനില്ല. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതും കേൾക്കുന്നത്. ഏത് മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും പുറത്തേക്ക് പോകുന്ന ഡേറ്റയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദിവാസികളെക്കുറിച്ച്, പ്രാക്തന ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡേറ്റ എന്തിനാണ് പുറത്തു നിന്ന് എവിടെയും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടാവുന്ന, ഏതാണ് ഈ ശേഷാദ്രി ലാബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം ഉണ്ടാവട്ടെ. എന്തുകൊണ്ടാണ് അനുമതിയില്ലാതെ ആ ഒരു ഉദ്യമത്തിന് അവർ തയ്യാറായത്? എന്താണ് അടിസ്ഥാനപരമായി എന്താണ് അതിൻ്റെ പിന്നിലെ ദുരൂഹത എന്ന കാര്യമൊക്കെ അന്വേഷണത്തിൽ പുറത്തേക്ക് വരട്ടെ.